കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കിൾ വെച്ചത് ഒരു കടയുടെ ഉള്ളിലാണ്. അങ്ങനെ നമ്മൾ സൈക്കിളെല്ലാം സെറ്റ് ചെയ്ത് ബയ്യനോട് യാത്രന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വണ്ടി ഉണ്ടത്. ഇതിൻ്റെ മോഡിഫിക്കേഷൻ നോക്കിയാൽ നൈസല്ലേ. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോകണ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഈ ഒരു മിറ്റിലൊക്കെ വെച്ചേക്കണില്ലേ, ഇവർ ശരിക്കും വിൽക്കാൻ വേണ്ടി വെച്ചേക്കണത് മലയിൽ നിന്ന് തന്നെ പാറക്കല്ലുകൾ പൊട്ടിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിയാണ് ഇവർ കൂടുതലാക്കി വിൽക്കണത്. അങ്ങനെ അവിടെ നിന്ന് അന്വേഷിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി. അവിടെ കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പയ്യെ മുന്നോട്ട് പോയപ്പോഴാണ് ഇവരെ കണ്ടുപിട്ടി കേട്ടോ. അങ്ങനെ അവരെ കണ്ട് ഇനി വേറെ കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടി. അപ്പോൾ അവരോട് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ അവനങ്ങ് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നുവിട്ടിട്ട് പോകണമെങ്കിൽ കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ട വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടി കേട്ടോ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. അപ്പോൾ ഒരു സ്ഥലത്ത് കയറി നിന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പയ്യെ ഇറങ്ങിയേട്ടാ. അപ്പോഴാണ് വീണ്ടും കഴിഞ്ഞ ദിവസം കണ്ടുപിട്ടിയ വേറെ ആൾക്കാരെ കണ്ടുപിട്ടിയത്. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. ഈ ഒരു കയറ്റം കാര്യങ്ങളാണ് നമ്മൾ കയറി വന്നത്. നല്ല രീതിയിൽ ടയേർഡായിട്ടാ. അടുത്തൊരു കയറ്റം കണ്ടപ്പോൾ ഒരു പാമ്പോടെ ചത്ത് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരാളെ കണ്ടുപിട്ടി. പുള്ളി കണ്ടപ്പോൾ മുതൽ വർഗീയ പറഞ്ഞ് തുടങ്ങി കേട്ടോ. അങ്ങനെ പുള്ളീനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ പുള്ളീനെ ഒഴിവാക്കി. അത്യാവശ്യം വീണ്ടും മഴ പെയ്തട്ടാ. അങ്ങനെ രാത്രിയായി, അങ്ങനെ ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോഴാണ് വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടി. അപ്പോൾ അവർ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടാ. അത് തന്നെ നമുക്കൊരു സ്റ്റേയും കാര്യങ്ങളും കിട്ടി. ഒരു ഫാമിലിയുടെ ഒപ്പം കേട്ടോ. അങ്ങനെ അവർ നമുക്ക് ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്